ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. സാന്ത്വനത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അങ്ങനെ അനുക്കുട്ടീനെ കാണാനില്ലെന്ന വാർത്ത കൃഷ്ണമംഗലത്തും ദേവമംഗലത്തും അറിഞ്ഞു കഴിഞ്ഞു. ദേവമംഗലത്തുള്ളവരാകെ പരിഭ്രാന്തിയിലാണ്. വിവാഹം മുടങ്ങുമെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും. അപ്പോൾ ഈ സമയം അലോകാണ് അനുവിനെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് അവർ സുകന്യയെ കൃഷ്ണമംഗലത്തോട്ട് പറഞ്ഞയക്കും, അലോക് അവിടെയുണ്ടോ എന്നറിയാൻ വേണ്ടി. അലോക് ഒരു കൂട്ടുകാരൻ്റെ വിവാഹത്തിന് പോയിരിക്കുക എന്നാണ് അച്യുതനും ഭാര്യയും പറയുന്നത്. ഇത്ര വരെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ അനുക്കുട്ടീനെയാണ്. അനുവിൻ്റെ മുഖമൊക്കെ ഒരു തുണി വെച്ച് കെട്ടി അതിന് അടുത്ത് കാവലിരിക്കുന്ന അലോകിനെയാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എണീറ്റപ്പോൾ അവൾ കെട്ടഴിക്കാൻ വേണ്ടി കുറേ ആക്ഷൻ കാണിക്കും. അപ്പോൾ അവൻ പറയും, നീ ബഹളം വയ്ക്കില്ലെങ്കിൽ മാത്രം ഞാൻ തുറക്കാം. അങ്ങനെ അവൾ ബഹളം വയ്ക്കില്ലെന്ന് ഉറപ്പ് നൽകിയപ്പോൾ അവൻ ആ തുണി മാറ്റി. അതിനുശേഷമാണ് അവൻ പറയുന്നത്, ഞാൻ നിൻ്റെ അച്ഛനോട് പ്രതികാരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്ക് നിങ്ങളുടെ വീടിനോട് പകയായിരുന്നു. ഇപ്പോൾ നിൻ്റെ കല്യാണം മുടങ്ങും. ജീവൻ്റെ വീട്ടുകാരൊന്നും ഞാനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കല്യാണം മുടങ്ങിയ ദേഷ്യത്തിൽ ജീവൻ്റെ വീട്ടുകാർ തന്നെ നിൻ്റെ വീട്ടുകാരോടുള്ള പക തീർത്തോളും. പിന്നെ നിൻ്റെ അച്ഛൻ ഈ വിഷമം അനുഭവിക്കണം. കാരണം ഇതുപോലെ തന്നെയാണ് എൻ്റെ വല്യച്ഛൻ മിത്രയെ വിവാഹത്തിൽ നിന്ന് കാണാതായപ്പോൾ അനുഭവിച്ചത്. അത് നിങ്ങളും അനുഭവിക്കണം. പിന്നെ ഞാൻ നിന്നെ താലി കെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് താലി എടുത്ത് കാണിക്കും. അപ്പോൾ അവന് പേടിയാവാൻ തുടങ്ങും, ഇവൻ താലി കെട്ടുമെന്ന്. പക്ഷെ അവൻ പറയും, ഞാൻ ആദ്യം താലി കെട്ടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇനി ഞാൻ താലി കെട്ടുന്നില്ല. കാരണം നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം കളയുന്നത്? എനിക്കാണെങ്കിൽ കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ എൻ്റെ വല്യച്ഛൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവരെ കല്യാണം കഴിക്കും. നിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറക്കി വിടും. ബാക്കിയൊക്കെ നീ വരുന്നത് പോലെ നീ അനുഭവിച്ചോ എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ാണ് അവൻ ഇരിക്കുന്നത്. അപ്പോഴാണ് അനുവിന് ഇവൻ്റെ യഥാർത്ഥ മുഖം, അതായത് ഇവന് തന്നോട് സ്നേഹം ഉണ്ടായില്ലായിരുന്നെന്ന് മനസ്സിലാവുന്നത്. ഇതേ സമയം ദൈവമംഗലത്ത് എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. കാരണം കൃഷ്ണമംഗലത്തോട്ട് പോയ സുകന്യയെ കാത്തിട്ടിരിക്കുകയാണ് അവർ. അലോക് അവിടെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി. അങ്ങനെ സുകന്യ ഓടി വരും. സുകന്യ പറയും, അലോക് അവിടെ ഇല്ല. അലോക് ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടി എറണാകുളം പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതവർ നുണ പറയുന്നതായിരിക്കും, അച്യുതനും ഭാര്യയും നുണ പറയുന്നതായിരിക്കും എന്ന് പറയും. അപ്പോൾ സുകന്യ പറയും, എന്തിനാണ് അച്യുതനും ഭാര്യയും എന്നോട് നുണ പറയുന്നതിൻ്റെ ആവശ്യം? അങ്ങനെയാണ് അവർക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സുകന്യയ്ക്ക് അറിയാം അലോകാണ് ഇവളെ കൊണ്ടുപോയിട്ടുള്ളതെന്ന്. അതുപോലെ അനുവിനെ കാണാൻ ഇല്ലെന്ന സത്യം അച്യുതൻ്റെ ചേട്ടനും അറിയുന്നുണ്ട്. അച്യുതൻ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വന്ന് ചോദിക്കും, ദേവമംഗലത്ത് അനുവിനെ കാണാനില്ലെന്ന് കേട്ടു, നീ അതറിഞ്ഞോ എന്ന് ചോദിക്കും. ഞാനതറിഞ്ഞു ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാതിരുന്നതാണ്. കാരണം ഇതുപോലെ ചേട്ടനും അനുഭവിച്ചിട്ടുള്ളതല്ലേ. മിത്രയെ വിവാഹത്തിൻ്റെ കാണാതായി തളർന്നു വീണ ചേട്ടനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതുകൊണ്ട് പണ്ടൊക്കെ ജോലി പാടത്താണെങ്കിൽ വരമ്പത്താണ് കൂലി എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇന്നത്. അവർ ചെയ്തതിന് അവരനുഭവിച്ചു എന്ന് മാത്രം ചേട്ടൻ കരുതിയാൽ മതി എന്ന് പറയും. അപ്പോൾ ചേട്ടൻ ചോദിക്കും, അല്ല അലോകിന് ഇതിന് വല്ല റോളും ഉണ്ടോ? ഇല്ല ചേട്ടാ, അലോകിന് ഇതിലൊരു റോളും ഇല്ല. കാരണം ചേട്ടൻ കൊടുന്ന ആലോചന അലോക് സമ്മതിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അലോകിന് ഇതിൽ യാതൊരുവിധ റോളുമില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ ചേട്ടന് പക്ഷെ സംശയമുണ്ട്. അലോകിനെയും അച്യുതനെയൊക്കെ അറിയുന്ന കാരണം ചേട്ടൻ സംശയിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ എപ്പിസോഡ് വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.